Dear students, welcome to the class of heat and mass transfer. In this class, we will discuss the topics internal forced convection and a sample problem. First one, internal forced convection. Okay, last class we discussed the external forced convection. Any internal forced convection. അതായത് ഫ്ലൂയിഡ് മൂവ് ചെയ്യുന്നത് ഒരു ക്ലോസ്ഡ് കോണ്ടിയൂട്ടിലൂടെയാണ് ഇവിടെ ഫ്ലൂയിഡ് മൂവ് ചെയ്യുന്നത് ഇന്റേണൽ ഫ്ലോൻ്റെ കേസിൽ. Liquid or gas flow through pipes or ducts is commonly used in heating and cooling application. The fluid in such application is forced to flow by a fan or a pump through a tube that is sufficiently long to accomplish the desired heat transfer. അതായത് നമ്മളെ പ്രാക്ടിക്കൽ കേസിലോട്ട് ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് അപ്ലിക്കേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് എന്തുണ്ടാവും, ഒരു ലിക്വിഡ് അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡ് അതൊരു ക്ലോസ്ഡ് കോണ്ടിയൂട്ട് ഒരു ഡക്റ്റ് അല്ലെങ്കിൽ ട്യൂബിൻ്റെ ഉള്ളിലൂടെ ഫ്ലോ ചെയ്യുന്നുണ്ടാവും. ആ ഫ്ലൂയിഡിൻ്റെ ടെമ്പറേച്ചറും അതേപോലെ ഫ്ലോ ചെയ്യുന്ന ഡക്റ്റ് അല്ലെങ്കിൽ ട്യൂബിൻ്റെ സർഫസ് ടെമ്പറേച്ചറും ഡിഫറെൻ്റ് ആയിരിക്കും. സഫീഷ്യൻ്റ് ലെങ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഹീറ്റ് ട്രാൻസ്ഫർ ആ സോളിഡ് സർഫസിൽ നിന്ന് ഫ്ലൂയിഡിലോട്ടിലെ ഡിസൈഡ് എമൗണ്ട് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ഇൻറ്റേർണൽ ഫോഴ്സ്ഡ് കൺവെക്ഷനിൽ വരുന്നത്. There is a fundamental difference between external and internal flows. In external flow, the fluid has a free surface and thus the boundary layer over the surface is free to grow indefinitely. അതായത് ഇതുവരെ പഠിച്ച എക്സ്റ്റേണൽ ഫ്ലോ എന്ന് വെച്ചാൽ ഒരു സോളിഡ് സർഫസ് ഉണ്ടാവും, അതിൻ്റെ മുകളിലൂടെ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നു. അതിനെന്തുണ്ട്, ഒരു ഫ്രീ സർഫസ് ഉണ്ട്, അത് ഫുള്ളി കൺഫൈൻഡ് അല്ല. ഈ ഒരു കേസിൽ നമുക്ക് എന്താ, ബൗണ്ടറി ലെയർ, ലീഡിങ് എഡ്ജിൽ നിന്ന് ബൗണ്ടറി ലെയർ ഫോം ചെയ്താൽ അത് ഗ്രോ ചെയ്യും. അലോങ് ദി ലെങ്ത് ഓഫ് ദി സോളിഡ് ബോഡി അത് ഗ്രോ ചെയ്യും. ഇൻഡെഫിനിറ്റ് ആയിട്ട് തന്നെ ഗ്രോ ചെയ്ത് പോവാം, കാരണം ടോപ്പിലൊരു റെസ്ട്രിക്ഷൻ ഒന്നും അവിടെ വരുന്നില്ല. പക്ഷേ ഇൻറ്റേർണൽ ഫ്ലോൻ്റെ കേസിലോട്ട് വന്നാൽ എന്താ, ഇൻ ഇൻറ്റേർണൽ ഫ്ലോ ദ ഫ്ലൂയിഡ് ഈസ് കംപ്ലീറ്റ്ലി കൺഫൈൻഡ് ബൈ ഇന്നർ സർഫസ് ഓഫ് ദി ട്യൂബ് ആൻഡ് ദസ് ദർ ഈസ് എ ലിമിറ്റ് ഓൺ ഹൗ മച്ച് ദി ബൗണ്ടറി ലെയർ ക്യാൻ ഗ്രോ. ഇപ്പം ഒരു ട്യൂബിൻ്റെ കേസിൽ ഫ്ലൂയിഡ് എൻ്റർ ചെയ്യുന്ന ഇവിടെ തൊട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ബൗണ്ടറി ലെയർ ഫോം ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഡിസ്കസ് ചെയ്യും. പക്ഷേ അതിന് ഇൻഡെഫിനിറ്റ് ആയിട്ട് അത് ഗ്രോ ചെയ്ത് പോകാൻ വേണ്ടി പറ്റില്ല. കാരണം എന്തുണ്ട്, ടോപ്പിന് അവിടെ ട്യൂബിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അവിടെ റെസ്ട്രിക്ഷനായിട്ട് വരുന്നുണ്ട്. അവിടെ നിന്നും ബൗണ്ടറി ലെയർ ഫോം ചെയ്ത് വരും. മീൻസ് ഈ ഒരു കേസുമാര് ബൗണ്ടറി ലെയർ തിക്നെസ് ഇൻഡെഫിനിറ്റ് ആയിട്ട് ഈ ഒരു കേസിൽ പോകാൻ വേണ്ടി പറ്റില്ല. അതാണ് എക്സ്റ്റേണൽ ഫ്ലോ ആൻഡ് ഇൻറ്റേർണൽ ഫ്ലോ തമ്മിൽ മെയിനായിട്ട് വരുന്ന ഡിഫറൻസ്. ഓക്കെ, അടുത്ത ടോപ്പിക്ക് ഡെവലപ്മെൻറ്റ് ഓഫ് വെലോസിറ്റി ബൗണ്ടറി ലെയർ ഇൻ എ ട്യൂബ്. ട്യൂബിൽ ഇവിടെ ഫ്ലോ നടക്കുന്ന സമയത്ത് വെലോസിറ്റി ബൗണ്ടറി ലെയർ അതിൻ്റെ ഗ്രോത്താണ് ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്. അങ്ങനെയാണ് ഗ്രോ ചെയ്യുന്നത്. വെലോസിറ്റി പ്രൊഫൈൽ എങ്ങനെയാണ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. കൺസിഡർ എ ഫ്ലൂയിഡ് എൻറ്ററിങ് എ സർക്കുലർ ട്യൂബ് അറ്റ് എ യൂണിഫോം വെലോസിറ്റി. The fluid particles in the layer in contact with the surface of the tube will come to a complete stop. This layer will also cause the fluid particle in an adjacent layer to slow down gradually as a result of friction. സിമ്പിളായിട്ട് ബൗണ്ടറി ലെയർ ഫോർമേഷൻ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു സർക്കുലർ ട്യൂബ് ഉണ്ട്, അതിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഫ്ലൂയിഡ് എൻ്റർ ചെയ്യുന്നുണ്ട്, യൂണിഫോം വെലോസിറ്റി. ഓക്കെ, അതിൻ്റെ യൂണിഫോം ഈ ഒരു ഡയറക്ഷനിൽ നോക്കുന്ന സമയത്ത് ആരോൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്, ആരോൻ്റെ ലെങ്ത്താണ് യൂണിഫോം മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി റെപ്രസെൻ്റ് ചെയ്യുന്നത്. യൂണിഫോമാണ്. അതേപോലെ ഈ സോളിഡ് സർഫസുമായിട്ട് കോണ്ടാക്ട് വരുന്ന ലെയർ അല്ല അതുമായിട്ട് കോണ്ടാക്ട് വരുന്ന ഫ്ലൂയിഡ് പാർട്ടിക്കിൾ എന്ത് ചെയ്യും, ഈ ഒരു സോളിഡ് സർഫസിൻ്റെ വെലോസിറ്റി എത്രയാണോ അത് അറ്റൈൻ ചെയ്യും. അതാണ് നോ സ്ലിപ്പ് ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുന്നത്. ഈ ഒരു സോളിഡ് സർഫസ് ട്യൂബ് സ്റ്റേഷനറി ആണെങ്കിൽ അതുമായിട്ട് കോണ്ടാക്ട് വരുന്ന ഫ്ലൂയിഡ് പാർട്ടിക്കിൾ എന്തായിരിക്കും, സ്റ്റേഷനറി ആയിരിക്കും. ആ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ എന്ത് ചെയ്യും, അതിൻ്റെ തൊട്ട് മുകളിലൂടെ ഉള്ള ലെയറിലെ ഫ്ലൂയിഡ് പാർട്ടിക്കിളിനെ റിട്ടാർഡ് ചെയ്യും. ഓക്കെ, ഇതുമായിട്ട് കോണ്ടാക്ട് വരുന്ന ഫ്ലൂയിഡ് പാർട്ടിക്കിൾ സ്റ്റേഷനറി, അതിൻ്റെ മുകളിൽ വരുന്ന ലെയറിന് എന്ത് ചെയ്യും, ആ സ്റ്റേഷനറി ആയിട്ടുള്ള ഫ്ലൂയിഡ് പാർട്ടിക്കിൾ അതിൻ്റെ മൂവ് ചെയ്യുന്നതിനാണ് റിട്ടാർഡ് ചെയ്യും. ടു മേക്കപ്പ് ഫോർ ദിസ് വെലോസിറ്റി റിഡക്ഷൻ the velocity of fluid at the midsection of the tube will have to increase to keep the mass flow rate through the tube constant. As a result, a velocity boundary layer develops along the tube. Okay, ഇവിടെ ഞാനിപ്പം പറഞ്ഞു സ്റ്റേഷനറി, മുകളിലായാലും തായാലും സിമെട്രിയാണ്. ഈ ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിൾ സ്റ്റേഷനറി, അതിൻ്റെ തൊട്ട് മുകളിലുള്ള ഫ്ലൂയിഡ് പാർട്ടിക്കിൾ എന്ത് ചെയ്യും, അത് റിട്ടാർഡ് ചെയ്യും.
നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ മാസ് ഫ്ലോ റേറ്റ് കോൺസ്റ്റൻ്റ് ആക്കണം, അല്ലെങ്കിൽ കണ്ടിന്യൂറ്റി ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഇവിടെ യൂണിഫോം വെലോസിറ്റിയിൽ എൻ്റർ ചെയ്യുന്നു, അതിനുശേഷം ഇവിടെ വെലോസിറ്റി കുറഞ്ഞു. ഇപ്പം മാസ് ഫ്ലോ റേറ്റ് റോ ഡെൻസിറ്റി ഇൻറ്റു ഏരിയ ഇൻറ്റു വെലോസിറ്റി ആണ്. ഓക്കെ, ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് കോൺസ്റ്റൻറ്റ്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ചേഞ്ച് ചെയ്യുന്നില്ല. അന്നേരം മാസ് ഫ്ലോ റേറ്റ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ ഇപ്പം സീറോ വെലോസിറ്റി ആവുന്നുണ്ടെങ്കിൽ സെൻറ്ററിലോട്ട് പോകുന്ന സമയത്ത് കൂടുതൽ വെലോസിറ്റിയിൽ ഫ്ലൂയിഡ് മൂവ് ചെയ്യണം, എന്നാലേ ഒരു സെക്ഷനിലെ മാസ് ഫ്ലോ റേറ്റ് അവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുമല്ലോ. ഇവിടെ സീറോ വെലോസിറ്റി സെൻറ്ററിലെത്തുന്ന സമയത്ത് എന്തായിരിക്കണം? അത് കൂടുതൽ വെലോസിറ്റിയിൽ മൂവ് ചെയ്യണം. ഏതൊരു സെക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിലും സെയിം മാസ് ഫ്ലോ റേറ്റ് ഇടണമെങ്കിൽ അവിടെ കൂടുതൽ വെലോസിറ്റിയിൽ മൂവ് ചെയ്യണം. ഇവിടെ ഈ ആരോൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്ന വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇവിടെ ആരോൻ ലെങ്ത്ത് കൂടുതലാണ്, കൂടുതൽ വെലോസിറ്റി. ഇവിടെ ആരോൻ ലെങ്ത്ത് കുറവാണ്, വെലോസിറ്റി കുറവാണ്. ഓക്കെ, മീൻസ് എന്താ? ഇവിടെ ഒരു വെലോസിറ്റി ഗ്രേഡിയൻ്റ് വന്നു. വൈ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് വെലോസിറ്റി ഗ്രേഡിയൻ്റ് എവിടെ വന്നു, അല്ലെങ്കിൽ ഒരു വെലോസിറ്റി ബൗണ്ടറി ലെയർ. വെലോസിറ്റി ബൗണ്ടറി ലെയറിൻ്റെ അകത്തായിരിക്കും ആ വെലോസിറ്റി ഗ്രേഡിയൻ്റ്. ഓക്കെ, വൈ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് വെലോസിറ്റിക്ക് ചേഞ്ച് ഇവിടെ വരുന്നത്. ഓക്കെ, എന്ത് ചെയ്തു? അവിടെ ഒരു വെലോസിറ്റി ബൗണ്ടറി ലെയർ ഫോം ചെയ്തു. താഴെന്നും ബൗണ്ടറി ലെയർ ഫോം ചെയ്യും, അതേപോലെ മുകളിൽ നിന്നും ബൗണ്ടറി ലെയർ ഫോം ചെയ്യും. ഓക്കെ, രണ്ട് സൈഡിലും സോളിഡ് സർഫസ് ഉണ്ട്. The thickness of this boundary layer increases in the flow direction until the boundary layer reaches the tube center and thus fill the entire tube. ഈ ബൗണ്ടറി ലെയറിൻ്റെ തിക്നെസ് എന്ത് ചെയ്യുന്നുണ്ട്? ഗ്രോ ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, രണ്ട് സൈഡിൽ നിന്നും ബൗണ്ടറി ലെയർ തിക്നെസ് ഗ്രോ ചെയ്യും. എവിടെ വരെ ഇതിന് ഗ്രോ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ? ട്യൂബിൻ്റെ സെൻറ്റർ വരെ മാത്രമേ അതിന് ബൗണ്ടറി ലെയർ ഗ്രോ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, ഇവിടെയിലെ വെലോസിറ്റി പ്രൊഫൈൽ ഇതാണ്. അതിനുശേഷം വെലോസിറ്റി പ്രൊഫൈൽ ചേഞ്ച് ചെയ്യുന്നു. രണ്ടും കൂടെ മർജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നിലെ വെലോസിറ്റി പ്രൊഫൈലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പിന്നെ ഏതൊരു ലൊക്കേഷൻ എടുത്തു കഴിഞ്ഞാലും സെയിം വെലോസിറ്റി പ്രൊഫൈൽ നമുക്ക് ഇവിടെ കിട്ടും. ഇവിടെയും ഇവിടെയായാലും സെയിം വെലോസിറ്റി പ്രൊഫൈലാണ് നമുക്ക് കിട്ടുക. The region from the tube inlet to the point at which a boundary layer merges at the center line is called hydrodynamic entrance region, and the length of this region is called hydrodynamic entry length. അതായത് ഈ ഒരു റീജിയനാണ് ഹൈഡ്രോഡൈനാമിക് എൻട്രൻസ് ലെങ്ത് എന്ന് പറയുന്നത്. അവിടെ എന്താ? ബൗണ്ടറി ലെയർ ഗ്രോ ചെയ്യുന്നുണ്ട്. പിന്നെ രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്നവരെ, രണ്ട് സൈഡിൽ നിന്നുമില്ല ബൗണ്ടറി ലെയർ മർജ് ചെയ്യുന്നവരില്ല ആ ലൊക്കേഷൻ, ഇൻലെറ്റിൽ നിന്ന് അവിടെ വരെയുള്ള ലൊക്കേഷനാണ് ഹൈഡ്രോഡൈനാമിക് എൻട്രി ലെങ്ത് എന്ന് പറയുന്നത്. The flow in the entrance region is called hydrodynamically developing flow since this is the region where the velocity profile develop. ഈ ഒരു റീജിയൻ വെലോസിറ്റി പ്രൊഫൈൽ ഡെവലപ്പ് ചെയ്യുന്ന ആ റീജിയനെ ഹൈഡ്രോഡൈനാമിക് ഡെവലപ്പിംഗ് ഫ്ലോ എന്ന് പറയും. The region beyond the entrance region in which velocity profile is fully developed and remains unchanged is called hydrodynamically fully developed region. ഈ എൻട്രൻസ് റീജിയന് ശേഷമുള്ള ഈ ഒരു റീജിയനെ പറയുന്ന പേരാണ് ഹൈഡ്രോഡൈനാമിക്കലി ഫുള്ളി ഡെവലപ്ഡ് റീജിയൻ. ഇതിന് ശേഷം പിന്നെ വെലോസിറ്റി പ്രൊഫൈൽ, ഫുള്ളി ഡെവലപ്ഡ് റീജിയനിലെ വെലോസിറ്റി പ്രൊഫൈലിന് പിന്നെ വേരിയേഷൻ ഇല്ലാണ്ട് സെയിം വെലോസിറ്റി പ്രൊഫൈൽ. ലാമിനാർ ആണെങ്കിൽ ഈ പരാബോളിക് നേച്ചർ, അതേപോലെ ടർബുലൻ്റ് ആകും കുറച്ചും കൂടെ ഫ്ലാറ്റ് ആയിട്ടായിരിക്കും. ഓക്കെ, ആ നേച്ചർ ഫുള്ളി ഡെവലപ്ഡ് റീജിയനിൽ അതേപോലെ ഫോളോ ചെയ്ത് പോകും. അടുത്തത് ഡെവലപ്മെൻറ്റ് ഓഫ് തെർമൽ ബൗണ്ടറി ലെയർ ഇൻ എ ട്യൂബ്. ഇപ്പം വെലോസിറ്റി ബൗണ്ടറി ലെയർ ഫോം ചെയ്യുന്നത് പറഞ്ഞു. അടുത്തത് തെർമൽ ബൗണ്ടറി ലെയർ. തെർമൽ ബൗണ്ടറി ലെയർ എപ്പോഴാണ് ഫോം ചെയ്യുക? ഒരു ഫ്ലൂയിഡ് ഡിഫറെൻറ്റ് ടെമ്പറേച്ചറിലുള്ള ഒരു സോളിഡ് സർഫസിലൂടെ ഫ്ലോ ചെയ്യുന്ന സമയത്താണ് തെർമൽ ബൗണ്ടറി ലെയർ ഇവിടെ ഫോം ചെയ്യുന്നത്. കൺസിഡർ എ ഫ്ലൂയിഡ് അറ്റ് എ യൂണിഫോം ടെമ്പറേച്ചർ എൻ്ററിങ് എ സർക്കുലർ ട്യൂബ് ഹൂസ് സർഫസ് ഈസ് മെയിൻറ്റൈൻഡ് അറ്റ് എ ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ. ഒരു ഫ്ലൂയിഡ് ഉണ്ട്, യൂണിഫോം ടെമ്പറേച്ചറിലുള്ള ഫ്ലൂയിഡാണ്, ഒരു സർക്കുലർ ട്യൂബിൽ എൻ്റർ ചെയ്യുന്നത്. ആ സർക്കുലർ ട്യൂബിൻ്റെ സർഫസ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഈ ഫ്ലൂയിഡിൻ്റെ ടെമ്പറേച്ചറിനെക്കാട്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വാല്യൂ ആണ്. ഓക്കെ, ആദ്യം എൻ്റർ ചെയ്യുന്നത് യൂണിഫോം ടെമ്പറേച്ചർ ഫ്ലൂയിഡാണ് എൻ്റർ ചെയ്യുന്നത്. ദ ഫ്ലൂയിഡ് ഇൻ ദ ട്യൂബ് ഈസ് ബീങ് കൂൾഡ്. ഞാൻ ഈ കാണിച്ചിരിക്കുന്നതിൽ ഫ്ലൂയിഡ് കൂൾ ചെയ്യുന്നത് മീൻസ് ഹൈ ടെമ്പറേച്ചർ ഫ്ലൂയിഡാണ് എൻ്റർ ചെയ്യുന്നത്. നമ്മളെ സർഫസിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എൻട്രിങ് ഫ്ലൂയിഡിനെക്കാട്ടിയും കുറവ് ടെമ്പറേച്ചറാണ്, അത് കൂള് ചെയ്യുന്നത്, നമ്മളെ ഫ്ലൂയിഡ് കൂള് ചെയ്യുന്നത്. ദ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ ഇൻ ദ ലെയർ ഇൻ കോണ്ടാക്ട് വിത്ത് ദ സർഫസ് ഓഫ് ദ ട്യൂബ് വിൽ അസ്യൂം സർഫസ് ടെമ്പറേച്ചർ. ഇപ്പം ഇതാണ് സർഫസ് ടെമ്പറേച്ചറിൻ്റെ മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതെന്താണ്? ഫ്ലൂയിഡിൻ്റെ ടെമ്പറേച്ചറാണ്. നമ്മളെ ഇതുമായിട്ട് ഈ സർഫസുമായിട്ട് കോണ്ടാക്റ്റ് വരുന്ന ഫ്ലൂയിഡ്, ഓക്കെ, അതെന്തായിരിക്കും?
ഈ സർഫസുമായിട്ട് തെർമൽ ഇക്വിലിബ്രിയത്തിൽ വരികയും സർഫസിൻ്റെ ടെമ്പറേച്ചർ ഏതാണോ അത് ആ ഫ്ലൂയിഡിന് വരികയും ചെയ്യും. ഈ സർഫസുമായിട്ട് കോണ്ടാക്ട് വരുന്ന ഫ്ലൂയിഡ് ലെയറിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഈ ഒരു സർഫസിൻ്റെ ടെമ്പറേച്ചറിന് വരും. ഓക്കെ, അവിടുന്ന് മുകളിലോട്ട് പോകുന്നവർ എന്താണ് ടെമ്പറേച്ചർ ഡിഫറെൻ്റ് ആയിരിക്കും. This will initiate convective heat transfer in the tube and development of thermal boundary layer along the tube. The thickness of the boundary layer also increases in flow direction until boundary layer reaches the tube center and thus fills the entire tube. ഓക്കെ, ഇവിടെ ഫ്ലൂയിഡിന് എന്തായിരിക്കും ആ സോളിഡ് സർഫസിൻ്റെ ടെമ്പറേച്ചർ ആയിരിക്കും. അവിടുന്ന് മുകളിലോട്ട് പോകുന്നതോറും ടെമ്പറേച്ചർ ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, ഇവിടുന്ന് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. ഇവിടെ ഈ കേസിൽ ഹോട്ട് ഫ്ലൂയിഡിന്ന് നമ്മളെ കോൾഡ് ആയിട്ടുള്ള സർഫസിലോട്ടാണ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്. എങ്ങനെയായാലും എന്ത് ചെയ്യും, ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് വൈ ഡയറക്ഷനിൽ ഡെവലപ്പ് ചെയ്യും. ഓക്കെ, ആ ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് വൈ ഡയറക്ഷനിലെ ആ റീജിയൺ എന്താണ് ബൗണ്ടറി ലെയർ റീജിയൺ എന്ന് പറയുന്നത്. അതിൻ്റെ ബൗണ്ടറി ലെയർ തിക്നെസ് എങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോകും. എവിടെ വരെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, ഇതിൻ്റെ സെൻറ്റർ ലൈൻ വരെ മാത്രമേ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, ഫ്ലോ ത്രൂ ട്യൂബിൻ്റെ കേസിൽ. ഇനി എന്താണ് തെർമൽ എൻട്രൻസ് റീജിയൻ അല്ലെങ്കിൽ തെർമൽ എൻട്രൻസ് ലെങ്ത്, അതൊക്കെയാണ് പറയാൻ വേണ്ടി പോകുന്നത്. ദ റീജിയൻ ഓഫ് ഫ്ലോ ഓവർ വിച്ച് തെർമൽ ബൗണ്ടറി ലെയർ ഡെവലപ്സ് ആൻഡ് റീച്ചസ് ദ ട്യൂബ് സെൻറ്റർ ഈസ് കോൾഡ് തെർമൽ എൻട്രൻസ് റീജിയൻ ആൻഡ് ദ ലെങ്ത് ഓഫ് ദിസ് റീജിയൻ ഈസ് കോൾഡ് തെർമൽ എൻട്രി ലെങ്ത്. ഈ ഒരു റീജിയനാണ് തെർമൽ എൻട്രൻസ് റീജിയൻ എന്ന് പറയുന്നത്. തെർമൽ ബൗണ്ടറി ലെയർ ഫോം ചെയ്യുന്നുണ്ട്, അത് ഗ്രോ ചെയ്ത് സെൻറ്ററിലെത്തി, രണ്ടും കൂടെ മർജ് ചെയ്യുന്നു. അത്രയും മീൻസ് ടോപ്പൊന്നും ബോട്ടൊന്നുമില്ല, തെർമൽ ബൗണ്ടറി ലെയർ മർജ് ചെയ്യുന്നു. ആ ഒരു റീജിയനെയാണ് തെർമൽ എൻട്രൻസ് റീജിയൻ എന്ന് പറയുന്നത്. അതിൻ്റെ ലെങ്ത്തിനെയാണ് തെർമൽ എൻട്രി ലെങ്ത് എന്ന് പറയുന്നത്. ഫ്ലോ ഇൻ ദി തെർമൽ എൻട്രൻസ് റീജിയൻ ഈസ് കോൾഡ് തെർമലി ഡെവലപ്പിംഗ് ഫ്ലോ. ഇവിടെയുള്ള ഫ്ലോ എന്ന് പറയുന്ന പേരാണ് തെർമലി ഡെവലപ്പിംഗ് ഫ്ലോ. അവിടെയാണ് ആ ടെമ്പറേച്ചർ പ്രൊഫൈൽ ഡെവലപ്പ് ചെയ്യുന്നത്. ദ റീജിയൻ ബിയോണ്ട് തെർമൽ എൻട്രൻസ് റീജിയൻ ഈസ് കോൾഡ് തെർമലി ഫുള്ളി ഡെവലപ്ഡ് റീജിയൻ. എൻട്രൻസ് റീജിയന് ബിയോണ്ട് ആയിട്ട് വരുന്നത് എന്താണ്, ഫുള്ളി ഡെവലപ്ഡ്, തെർമലി ഫുള്ളി ഡെവലപ്ഡ് റീജിയൻ ആണ്. ഇനി ഫുള്ളി ഡെവലപ്ഡ് ഫ്ലോ എന്ന് വെച്ചാൽ എന്താണ്, ദ റീജിയൻ ഇൻ വിച്ച് ദ ഫ്ലോ ഈസ് ബോത്ത് ഹൈഡ്രോഡൈനാമിക്കലി ആൻഡ് തെർമലി ഡെവലപ്ഡ്. ഹൈഡ്രോഡൈനാമിക്കലി ഡെവലപ്ഡ് അതേപോലെ തെർമലി ഡെവലപ്ഡ് രണ്ടും കൂടെ ക്ലബ് ചെയ്ത് വരുന്നതാണ് ഫുള്ളി ഡെവലപ്ഡ് ഫ്ലോ എന്ന് പറയുന്നത്. ഇതിൻ്റെ ബേസിക് കാൽക്കുലേഷൻസ്, കൊറിലേഷൻസ് അല്ല പറയുന്നത്, അല്ലാതെ ബേസിക് ആയിട്ട് വേണ്ടുന്ന കാൽക്കുലേഷൻ്റെ ഡീറ്റെയിൽസാണ് പറയുന്നത്. ഓക്കെ, ലെറ്റ് ടി ഐ ഈസ് ഈക്വൽ ടു മീൻ ഫ്ലൂയിഡ് ടെമ്പറേച്ചർ അറ്റ് ഇൻലെറ്റ്. ഒരു സർക്കുലർ പൈപ്പ് ഉണ്ട്, അതിൻ്റെ ഇൻലെറ്റിലെ മീൻ ഫ്ലൂയിഡ് ടെമ്പറേച്ചർ ടി ഐ, ഔട്ട്ലെറ്റിലെ മീൻ ഫ്ലൂയിഡ് ടെമ്പറേച്ചർ ടി ഒ, വാൾ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ടി ഡബ്ല്യു. നമ്മളിപ്പോൾ എക്സ്റ്റേണൽ ഫ്ലോൻ്റെ കേസിൽ ഫിലിം ടെമ്പറേച്ചറിൽ പ്രോപ്പർട്ടീസ് എടുത്ത് കണക്കിന് ഇവിടെ പ്രോപ്പർട്ടീസ് എടുക്കേണ്ടത് ബൾക്ക് മീൻ ടെമ്പറേച്ചറാണ്. ബൾക്ക് മീൻ ടെമ്പറേച്ചർ എങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും, ടി എം ഈസ് ഈക്വൽ ടു ടി ഐ പ്ലസ് ടി ഒ ഡിവൈഡ് ബൈ 2. ഇൻലെറ്റിലെ ടെമ്പറേച്ചർ പ്ലസ് ഔട്ട്ലെറ്റിലെ ടെമ്പറേച്ചർ ഡിവൈഡ് ബൈ 2. ഇതിൻ്റെ റെയ്നോൾഡ്സ് നമ്പർ നിങ്ങൾക്ക് അറിയുന്നതാണ്. റെയ്നോൾഡ്സ് നമ്പർ കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ ഇൻറ്റേർണൽ ഫ്ലോ അല്ലെങ്കിൽ ഫ്ലോ ത്രൂ പൈപ്പിൽ റോ യു ഡി ബൈ മ്യൂ. റോ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി, യു എന്ന് വെച്ചാൽ മീൻ വെലോസിറ്റി ഓഫ് ഫ്ലോ, ഇതിലൂടെയുള്ള ആവറേജ് അല്ലെങ്കിൽ മീൻ വെലോസിറ്റി ഓഫ് ഫ്ലോ ആണ് യു എന്ന് പറയുന്നത്. ഡി എന്ന് വെച്ചാൽ പൈപ്പിൻ്റെ ഡയമീറ്റർ, ഇൻറ്റേർണൽ ഡയമീറ്റർ. അതേപോലെ മ്യൂ എന്ന് പറയുന്നത് അബ്സല്യൂട്ട് വിസ്കോസിറ്റി, റോ ഡെൻസിറ്റിയാണ്. ന്യൂ എന്ന് പറയുന്നത് കൈനമാറ്റിക് വിസ്കോസിറ്റി. ന്യൂ ഇസ് ഈക്വൽ ടു മ്യൂ ബൈ റോ. അതിൽ നിന്നാണ് ഈ എക്സ്പ്രഷനിലോട്ട് പോകുന്നത്, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഫ്ലോ ലാമിനാർ എപ്പോഴാവുക, റെയ്നോൾഡ്സ് നമ്പർ ലെസ് ദാൻ 2300 ലാമിനാറാണ്. ട്രാൻസിഷൻ എന്ന് വെച്ചാൽ 2300 to 4000 ഫ്ലോ ട്രാൻസിഷൻ ആയിരിക്കും. അതേപോലെ ഗ്രേറ്റർ ദാൻ 4000 എന്ന് പറയുന്നത് ടർബുലൻ്റ് ആയിരിക്കും. ഫ്ലോ ത്രൂ സർക്കുലർ പൈപ്പ് വാല്യൂസൊക്കെ അറിയുന്നതാണ്. അതേപോലെ മാസ് ഫ്ലോ റേറ്റ് കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ എന്താ, മാസ് ഫ്ലോ റേറ്റ് ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻറ്റു ഫ്രീ സ്ട്രീം വെലോസിറ്റി, ആവറേജ് മീൻ വെലോസിറ്റി ഓഫ് ഫ്ലോ. ഓക്കെ, യു എന്ന് പറയുന്നത് മീൻ വെലോസിറ്റി ഓഫ് ഫ്ലോ ആണ്. ഇവിടെയുള്ള ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് ഈ സർക്കുലർ ഏരിയ π/4 × d². മാസ് ഫ്ലോ റേറ്റ് കണ്ടുപിടിക്കുന്ന സമയത്തുള്ള ഏരിയ എന്ന് വെച്ചാൽ ഫ്ലോന് നോർമലായിട്ടുള്ള ഏരിയ ആണ് എടുക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി അറിയുന്നുണ്ടാവും. മാസ് ഫ്ലോ റേറ്റ് എം ഡോട്ട് ഈസ് ഈക്വൽ ടു റോ ഡെൻസിറ്റി ഇൻറ്റു AC, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻറ്റു മീൻ വെലോസിറ്റി ഓഫ് ഫ്ലോ. മാസ് ഫ്ലോ റേറ്റ് അറിയെങ്കിൽ റെയ്നോൾഡ്സ് നമ്പർ കണ്ടുപിടിക്കാനുള്ള ഡയറക്റ്റ് ഇക്വേഷൻ നമുക്കുണ്ട് 4m/πd µ. ഡാറ്റാ ബുക്കിൽ ഇക്വേഷൻ അവൈലബിൾ ആണ്.
അതുപോലെ നസൽ നമ്പർ കണ്ടുപിടിക്കാൻ ഇവിടെ ക്യാരക്ടറിസ്റ്റിക് ലെങ്ത് എന്ന് പറയുന്നത് ഡയമീറ്റർ ആണ്. നസൽ നമ്പർ ഈസ് ഈക്വൽ ടു h/d/k എന്ന് പറഞ്ഞ എക്സ്പ്രഷൻ വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇൻറ്റേർണൽ ഡയമീറ്റർ ആണ് ക്യാരക്ടറിസ്റ്റിക് ലെങ്ത് ആയിട്ട് വരിക. ഇനി റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ കണ്ടുപിടിക്കുന്ന സമയത്തുള്ള എക്സ്പ്രഷൻ ശ്രദ്ധിക്കണം. Q ഈസ് ഈക്വൽ ടു കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ H/A വാൾ ടെമ്പറേച്ചർ മൈനസ് ബൾക്ക് മീൻ ടെമ്പറേച്ചർ ആണ്. ഓക്കെ, റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ H/A വാൾ ടെമ്പറേച്ചർ മൈനസ് ബൾക്ക് മീൻ ടെമ്പറേച്ചർ ആണ് ഇൻറ്റേർണൽ ഫ്ലോൻ്റെ കേസിൽ. ഇവിടെ A എന്ന് വെച്ചാൽ ഏരിയ ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ എന്താ, ഈ ഒരു ഏരിയ ഈ സർഫസിലാണ് ഹീറ്റ് ട്രാൻസ്ഫർ എടുക്കുന്നത്. മീൻസ് ആ സിലിണ്ട്രിക്കൽ ഏരിയ പൈ ഡി എന്ന് വെച്ചാൽ ഈ പെരിമീറ്റർ ഇൻറ്റു ലെങ്ത് ചെയ്താൽ എന്തായി എൻറ്റയർ സിലിണ്ട്രിക്കൽ ഏരിയ ആയി. ഏരിയ എന്ന് വെച്ചാൽ പൈ ഡി എല്ലാണ്. അതേപോലെ ഹീറ്റ് ട്രാൻസ്ഫർ കണ്ടുപിടിക്കാൻ നമുക്കൊരു എക്സ്പ്രഷൻ കൂടി ഉണ്ട്. Q ഈസ് ഈക്വൽ ടു മാസ് ഫ്ലോ റേറ്റ് m ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് ഇൻറ്റു ഔട്ട്ലെറ്റ് ടെമ്പറേച്ചർ മൈനസ് ഇൻലെറ്റ് ടെമ്പറേച്ചർ. ഓക്കെ, ചില ക്വസ്റ്റ്യനിലൊക്കെ ചിലപ്പോൾ നമുക്ക് ഔട്ട്ലെറ്റ് ടെമ്പറേച്ചറൊക്കെ കണ്ടുപിടിക്കേണ്ട കേസ് വരാം. അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് എന്ത് ഈ ഒരു ഇക്വേഷൻ ചിലപ്പം യൂസ് ചെയ്യേണ്ടി വരും. ഈ രണ്ട് ഇക്വേഷനും സെയിം റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ് തരുന്നുണ്ടാവുക. ഓക്കെ, CP എന്ന് വെച്ചാൽ സ്പെസിഫിക് ഹീറ്റ് ഓഫ് ദി ഫ്ലൂയിഡ്. ഓക്കെ, ഇവിടെ ഒരു സാമ്പിൾ പ്രോബ്ലമാണ് ചെയ്യുന്നത്, നോക്കാം. വാട്ടർ അറ്റ് 50 degree centigrade enters a 1.5 centimeter diameter and 3 meter long tube with a velocity of 1 meter per second. The tube is maintained at a constant temperature of 90 degrees centigrade. Calculate the heat transfer coefficient and the total amount of heat transferred if the exit water temperature is 64 degrees centigrade. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഇൻലെറ്റ് ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. മീൻ ടെമ്പറേച്ചർ അറ്റ് ഇൻലെറ്റ് 50 ഡിഗ്രി സെൻറ്റിഗ്രേഡിലാണ് എൻ്റർ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പൈപ്പിൻ്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട് 1.5 സെൻറ്റിമീറ്റർ, അതിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ലെങ്ത്ത് തന്നിട്ടുണ്ട് 3 മീറ്റർ. വെലോസിറ്റി, എൻട്രിങ് വെലോസിറ്റി, മീൻ വെലോസിറ്റി തന്നിട്ടുണ്ട് U ആണ് 1 മീറ്റർ പെർ സെക്കൻഡ്. പിന്നെ ട്യൂബ് ഈസ് മെയിൻറ്റെയിൻ അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ഓഫ് വാൾ ടെമ്പറേച്ചർ 90 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. കാൽക്കുലേറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ കോയിഫിഷ്യൻ്റ് ആൻഡ് ടോട്ടൽ എമൗണ്ട് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫേർഡ്. എച്ചും കണ്ടുപിടിക്കണം, ക്യൂവും കണ്ടുപിടിക്കണം. പിന്നെ എക്സിറ്റ് ടെമ്പറേച്ചർ എത്രയാണ് ഇരിക്കുന്നത് 64 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. ആദ്യം എന്ത് ചെയ്യണം, ഇൻറ്റേർണൽ ഫ്ലോ എൻ്റെ ഡാറ്റാ ബുക്കിൽ പേജ് നമ്പർ 124 ആണ്. CP കോതണ്ടരാമൻ 7th എഡിഷൻ. പേജ് നമ്പർ 124 ഇൻറ്റേർണൽ ഫ്ലോൻ്റെ കാൽക്കുലേഷൻ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ബൾക്ക് മീൻ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ എക്സ്പ്രഷൻ അവിടെ തന്നിട്ടുണ്ട്. നൊട്ടേഷൻ കുറച്ച് ഡിഫറൻ്റ് ആയിരിക്കും. ബൾക്ക് മീൻ ടെമ്പറേച്ചർ ഇൻലെറ്റ് പ്ലസ് ഔട്ട്ലെറ്റ് ഡിവൈഡ് ബൈ 2 എത്രയാണ് 57 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ്. വാട്ടറാണ് ഫ്ലോ ചെയ്യുന്നത്. വാട്ടറിൻ്റെ പ്രോപ്പർട്ടി ടേബിൾ പേജ് നമ്പർ 22 പോയാൽ കിട്ടും. ഇവിടെ എന്താണ് നമുക്ക് 57 ആണ് വേണ്ടത്, 40 ഉണ്ട്, 60 ഉണ്ട്. ലീനിയർ ഇൻ്റർപോളേഷൻ വഴി വേണ്ടുന്ന പ്രോപ്പർട്ടീസ് നമുക്ക് ഇവിടെ എടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇൻ്റർപോളേഷൻ വഴി എടുത്തിരിക്കുന്ന വാല്യൂസാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. കൈനമാറ്റിക് വിസ്കോസിറ്റി, പ്രാൻഡിൽ നമ്പർ, തെർമൽ കണ്ടക്ടിവിറ്റി, അതേപോലെ സ്പെസിഫിക് ഹീറ്റ്. ഇനി റെയ്നോൾഡ്സ് നമ്പർ കണ്ടുപിടിക്കണം. എന്നാലാണോ ഫ്ലോ ലാമിനാർ ആണോ ടർബുലൻ്റ് ആണോ അറിയാൻ വേണ്ടി പറ്റുള്ളൂ. റെയ്നോൾഡ്സ് നമ്പർ മീൻ വെലോസിറ്റി ഓഫ് ഫ്ലോ ഇൻറ്റു ഡയമീറ്റർ ഡിവൈഡ് ബൈ കൈനമാറ്റിക് വിസ്കോസിറ്റി. ഓക്കെ, റെയ്നോൾഡ്സ് നമ്പർ കിട്ടുന്ന വാല്യൂ എന്താണ്, ഇതാണ് റെയ്നോൾഡ്സ് നമ്പറിൻ്റെ വാല്യൂ. അത് ക്രിട്ടിക്കൽ റെയ്നോൾഡ്സ് നമ്പർ അല്ലെങ്കിൽ 4000-നെക്കാട്ടിയും കൂടുതലാണ്. ഓക്കെ, നമുക്ക് കിട്ടിയ റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറയുന്നത് 4000-നെക്കാട്ടിയും കൂടുതലായതുകൊണ്ട് ആ ട്യൂബിലൂടെയുള്ള ഫ്ലോ എന്താണ്, ടർബുലൻ്റ് ആണ് ഫ്ലോ. ഇവിടെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കോറിലേഷൻ ഡിറ്റസ് ബോൾട്ടർ കോറിലേഷൻ ഉണ്ട്. ഓക്കെ, പേജ് നമ്പർ 126 നോക്കിയാൽ നസൽ നമ്പർ ഈസ് ഈക്വൽ 0.023 റെയ്നോൾഡ്സ് നമ്പർ റേസ് ടു 0.8 ഇൻറ്റു പ്രാൻഡിൽ നമ്പർ റേസ് ടു n. ഓക്കെ, ഇത് അപ്ലൈ ചെയ്യണമെങ്കിൽ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ആദ്യം L/D റേഷ്യോ കണ്ടുപിടിക്കുന്നത്. L/D ലെങ്ത് ബൈ ഡയമീറ്റർ റേഷ്യോ കണ്ടുപിടിക്കുന്നത് 200 ആണ് കിട്ടിയിരിക്കുന്നത്, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 60. അതുകൊണ്ട് നമുക്ക് ഡിറ്റസ് ബോൾട്ടർ ഇക്വേഷൻ അവിടെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇതാണ് ജനറലി യൂസ്ഡ് ഇക്വേഷൻ ഇൻഡിപെൻഡൻറ്റ് ഓഫ് തെർമൽ ബൗണ്ടറി ലെയർ. ഫുള്ളി ഡെവലപ്ഡ് ഫ്ലോ ടർബുലൻറ്റിൻ്റെ കേസിലാണ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുക. ഇവിടെ എന്നിൻ്റെ വാല്യൂ ശ്രദ്ധിക്കണം. ഫ്ലൂയിഡ് ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ n 0.4, ഫ്ലൂയിഡ് കൂൾ ചെയ്യുന്നതാണെങ്കിൽ 0.3. നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ എന്താണ് ഫ്ലൂയിഡിനെ ഹീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ബാക്കി എല്ലാ ക്രൈറ്റീരിയയും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. പ്രാൻഡിൽ നമ്പറിൻ്റെ വാല്യൂ ആ റേഞ്ചിൽ വരുന്നുണ്ട്, റെയ്നോൾഡ്സ് നമ്പറും ഈ റേഞ്ചാണ്. നമുക്ക് ഡിറ്റസ് ബോൾട്ടർ ഇക്വേഷൻ ഇവിടെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇതാണ് ജനറൽ എക്സ്പ്രഷൻ 0.023 റെയ്നോൾഡ്സ് നമ്പർ
ബേസ്ഡ് ഓൺ ഡയമീറ്റർ റേസ് ടു 0.8 ഇൻറ്റു പ്രാൻഡൽ നമ്പർ റേസ് ടു n. ഇവിടെ ഫ്ലൂയിഡ് ഹീറ്റ് ചെയ്യുന്നതുകൊണ്ട് എന്നിൻ്റെ വാല്യൂ 0.4. നസൽ നമ്പറിൻ്റെ എക്സ്പ്രഷൻ എങ്ങനെ മാറും? എന്നിൻ്റെ വാല്യൂ 0.4 കൊടുക്കുന്നത്. ബാക്കി എല്ലാ വാല്യൂസും നമുക്കറിയാം. ഓക്കെ, റെയ്നോൾഡ്സ് നമ്പറിന് പ്രാൻഡൽ നമ്പറിന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. നസൽ നമ്പർ എത്ര കിട്ടും? 139.04. ഓക്കെ, നസൽ നമ്പർ വേറെ എന്താ എക്സ്പ്രഷൻ ഏതാ? കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ് ഇൻറ്റു ഡയമീറ്റർ ഡിവൈഡ് ബൈ കെ. അതുകൊണ്ട് കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റെ വാല്യൂ സോൾവ് ചെയ്താൽ കിട്ടും. എല്ലാ വാല്യൂസും നോൺ ആണ്. ഓക്കെ, H is equal to 139.04 ഇൻറ്റു 0.6478 ഡിവൈഡ് ബൈ 0.015. ഇതാണ് എൻ്റെ ഡയമീറ്റർ. കെ എന്ന് വെച്ചാൽ തെർമൽ കണ്ടക്ടിവിറ്റി. ഡാറ്റാ ബുക്കിൽ നിന്ന് വാല്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോൾവ് ചെയ്താൽ ആൻസർ കിട്ടും. ഇനി റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ Q is equal to H ഇൻറ്റു A ഇൻറ്റു ശ്രദ്ധിക്കണം വാൾ ടെമ്പറേച്ചർ മൈനസ് ബൾക്ക് മീൻ ടെമ്പറേച്ചറാണ് ടെമ്പറേച്ചർ ഡിഫറൻസ് എടുക്കേണ്ടത്. ഏരിയ എന്ന് വെച്ചാൽ ഏരിയ ഓഫ് കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ. ആ സിലിണ്ടറിക്കൽ ഇന്നർ സിലിണ്ടറിക്കൽ ഏരിയ ആണ് πd ഇൻറ്റു L. ഓക്കെ, എല്ലാ വാല്യൂസും നോൺ ആണ്. Q is equal to 28.013 കിലോ വാട്ട്.